കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ സെഗ്മെന്റിലേക്ക് സ്വാഗതം. പലരും വിളിച്ചു ചോദിക്കാറുണ്ട്, സത്യത്തിൽ ചിലപ്പോൾ ചിരി വരും. നല്ല വിദ്യാഭ്യാസമുള്ളവരും എൻട്രൻസ് ഒക്കെ എഴുതിക്കുന്ന ആൾക്കാരും ഒക്കെ വിളിച്ചിട്ട് ചോദിക്കുക, കന്നിമൂല എവിടെയാണ് സാറേ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ കന്നിമൂല ഏത് ഭാഗത്താണ്? അവരുടെ കുറ്റമല്ല. പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഴയ കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം പഴയ കാലം, ആ പഴയ കാലത്തൊക്കെ നമ്മൾ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും പഠിപ്പിക്കുമായിരുന്നു സ്കൂളിലൊക്കെ. ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കിഴക്കെന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നത് ഇടത്തോട്ട് തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ആ ഭാഗം കിഴക്കെന്നും, അതിൻ്റെ തൊട്ട് വലത്തെ ഭാഗം തെക്കെന്നും, അതിൻ്റെ ഇടത്തെ ഭാഗം വടക്കെന്നും, തൊട്ട് പുറകുവശം പടിഞ്ഞാറെന്നുമാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. കന്നിമൂല തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു സൂര്യൻ ഉദിക്കുന്നിടത്തോട്ട് നോക്കുന്ന രാവിലെ ഒരു 6-7 മണി അല്ലെങ്കിൽ ഒരു 8 മണിക്ക് സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ നോക്കി നിൽക്കുക. ആ നോക്കി നിൽക്കുന്ന ഭാഗമാണ് കിഴക്ക്. അതിൻ്റെ തൊട്ട് വലത്തെ ഭാഗം, ആ വലതു ഭാഗമാണ് തെക്ക്. അതിന് തൊട്ട് പിറകുവശമാണ് പടിഞ്ഞാറ്. അതിന് തൊട്ട് ഇടതു ഭാഗമാണ് വടക്ക്. അപ്പം കന്നിമൂല വരുന്നത് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഈ ഭാഗം വരും. നമ്മുടെ പുറകിൻ്റെ വലത് പുറകു വശത്തായിട്ടാണ് കന്നിമൂല വരുന്നത്. അത് പലരുടെയും ഒരു സംശയം, ആരുടെയും കുറ്റമല്ല. കാര്യം ഇന്ന് തെക്കും വടക്കും ഒക്കെ അറിയാവുന്നവർ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ ദിക്കുകളിൽ, പടിഞ്ഞാറൻ ദിക്കുകളിലൊക്കെ തെക്കും വടക്ക്, തെക്കോട്ട് പൊക്കോളൂ, വടക്കോട്ട് പൊക്കോളൂ, പടിഞ്ഞാട്ട് പൊക്കോളൂ, പടിഞ്ഞാട്ട് നിന്ന് കിഴക്കോട്ട് പോയിട്ട് പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് കാണും, അതിൻ്റെ തൊട്ടപ്പുറത്താണ് വീടെന്ന് പറയും. പക്ഷേ സൂര്യൻ നട്ടുച്ചയ്ക്ക് നിൽക്കുവാണെങ്കിൽ തെക്കും വടക്കും അറിയാൻ പറ്റത്തില്ല. അതൊക്കെ ശരിയാണ്. കാര്യം ഓരോ ദിക്കുകളിൽ അങ്ങനെ പറയാറുണ്ട്. ചിലർ ഇടത്തോട്ട് പോവുക, വലത്തോട്ട് പോവുക, മുന്നോട്ട് പോവുക, പുറകോട്ട് പോവുക. ചില നാട്ടിൽ അക്കൂറ്റ ഇക്കൂറ്റ, മറ്റേ പിന്നെ താഴത്തേക്ക്, ഇങ്ങനെയൊക്കെ പറയുന്ന പിന്നെ ഓരോ കേരളത്തിൽ ഓരോ പിന്നെ ജില്ലയ്ക്കും അല്ലെങ്കിൽ ഓരോ ഭാഗത്തും ഓരോ ഭാഷയിലാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പം കിഴക്കിനി, തെക്കിനി, പടിഞ്ഞാറ്റിനി, പിന്നെ എന്ത് പറയാനുണ്ട്, തെക്കേലെ, പടിഞ്ഞാറേലെ, പടിയിറ്റേലെ, വടക്കേലെ, ഇങ്ങനെയൊക്കെ പറയുന്ന ഇത് തെക്കും പടിഞ്ഞാറും അറിഞ്ഞിരിക്കാൻ ചില ആൾക്കാർക്കൊന്നും ഇന്നത്തെ കാലത്ത് അറിയത്തില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ആ ചോദ്യം വന്നത്. ആ ചോദ്യം വന്നതെന്ന് വെച്ചാൽ കന്നിമൂല. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തന്നേക്കാം. നമ്മൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നേരെ നോക്കുന്ന ഭാഗം കിഴക്ക്, സൂര്യനെ അഭിമുഖമായിട്ട് നിന്ന് നോക്കുന്ന ഭാഗം കിഴക്ക്, അതിന് തൊട്ട് പിറകുവശം പടിഞ്ഞാറ്, തൊട്ട് വലതു ഭാഗം തെക്ക്, തൊട്ട് ഇടതു ഭാഗം വടക്ക്. അത് തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത്. തെക്ക് ഇനിയും ഓർത്തിരിക്കുക, വലത്തെ സൈഡും നമ്മുടെ പുറകുഭാഗം കൂടെ ചേർന്ന ആ മൂലയാണ് കന്നിമൂല. ആ കന്നിമൂല ഭാഗത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും പിന്നെ പല എപ്പിസോഡിൽ ഈ കന്നിമൂലയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സംശയങ്ങളാണ് കന്നിമൂലയ്ക്ക് സംശയം വരാനുള്ള കാരണമുണ്ട്. എല്ലാവർക്കും അറിയാം, ഭൂരിപക്ഷം ജനങ്ങൾക്ക് അറിയാം കന്നിമൂല ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്നും ആ കന്നിമൂല ദോഷവും ദുരിതവും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ക്ഷയം ഉണ്ടാകുമെന്നും അവിടെ താമസിക്കുന്ന ഗൃഹനാഥനോ ഗൃഹനായിക്കോ ദുരിതങ്ങളും ദോഷങ്ങളൊക്കെ അടിക്കടിക്ക് ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം. അതിനുള്ള പരിഹാരങ്ങൾ ശിവക്ഷേത്രത്തിലൊക്കെ മൃത്യുഞ്ജയവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുക. അതുപോലെ ത്രൈംബക ജാമഹി സുഗന്ധി പുഷ്ടിവർദ്ധനം ഗുരുവായൂർ ബന്ധനാമൃത്തർ മുക്ഷിയമാവൃത എന്നുള്ള മൃത്യുഞ്ജയ മന്ത്രമൊക്കെ ജപിക്കുന്നതും, അതുപോലെ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ സ്വയംവര മന്ത്രം എന്ന് പറഞ്ഞാൽ സ്വയംവരമല്ല, പാർവതീ ദേവിയുടെ മന്ത്രം. പാർവതി തന്നെയാണ്. ശംഭുൻ ജഗൽമോഹന രൂപപൂർണം വില്ലൊക്കെ ലജ്ജാകുലതാസ്മിതാഢ്യ മധൂകമാല സ്വസഖീകരാഭ്യ സംബിഭ്രതി മദ്രി സുധാംബജേഹം. അതാണ് പാർവതി എന്ന് പറയുന്നത് സ്വയംവരത്തിൻ്റെ ധ്യാനം. അതുപോലെ ഓഹ്രി യോഗിനി യോഗേശ്വരി യോഗഭയങ്കര എന്ന് പറയുന്നതായിട്ട് തുടങ്ങുന്ന ആ ഒരു മന്ത്രവും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ജപിക്കുവാണെങ്കിൽ മൃത്യുഞ്ജയം പൂർണ്ണമാവും. അതിൻ്റെ ബീജാക്ഷരങ്ങളും ജൂഹും അതൊക്കെ ഇപ്പം പറയുന്നില്ല. അതിൻ്റെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ജപിച്ച് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആ കുടുംബം, അതിനാണ് പടിഞ്ഞാറ്റിരുന്ന് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇരുന്നിട്ട് മന്ത്രങ്ങളൊക്കെ ജപിക്കണം, ഉരുവിടണം, അവിടെ ഫലം ഉണ്ടാകാനും ശക്തി ഉണ്ടാകാനും ഒക്കെ എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെൻറ്റ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു നല്ല വിഷയമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതാണ്. അതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.